ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് SIT കസ്റ്റഡിയിൽ. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഒരു ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അടക്കം തന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസമായെന്നും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നുമാണ് മുരാരിയുടെ ആവശ്യം. അതേസമയം ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീംകോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. താൻ കമ്മീഷണർ മാത്രമായിരുന്നുവെന്നും കൊള്ളയിൽ പങ്കില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുക്കണമെന്നുമായിരുന്നു വാസുവിന്റെ വാദം. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നിപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്, SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അവിടെ അറിയേണ്ടത് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുണ്ടായിരുന്ന ബന്ധം? ഇവരൊക്കെ പറയുന്നത് പോലെ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രി തന്നെയായിരുന്നു എന്നറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? ഒപ്പം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഗൗരവമേറിയ പരാമർശം N. വാസുവിൻ്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്ന വാദമൊക്കെ പരിഗണിക്കാതെ കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിരീക്ഷണം എത്രത്തോളം ഗൗരവമുള്ളതാണ്? തീർച്ചയായും ശ്രീജ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചത്. തൻ്റെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ പ്രായം കണക്കിലെടുക്കണം, അതുപോലെ തന്നെ തൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കണം എന്നതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ മുതൽ കൊള്ളയടിച്ചു എന്ന സുപ്രീം കോടതി പരാമർശത്തിൽ തന്നെ ജാമ്യം നിഷേധിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ കേസിൽ തന്നെ മറ്റൊരു പ്രതിയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുരാരി ബാബുവിൻ്റെ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിന്മേലുള്ള വാദം ഇന്ന് പൂർത്തിയാവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഒരു പ്രതി കസ്റ്റഡിയിലിരിക്കെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വലിയൊരു സുപ്രധാന വിധിയുണ്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത്. ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ പ്രതിക്ക് നിയമപരമായിട്ട് ജാമ്യം തേടാൻ ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ള ഒരു വിധിന്യായം കൂട്ടിയതുകൊണ്ടായിരുന്നു ഇന്ന് ഈ മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. തീർച്ചയായും മുരാരി ബാബുവിന് ജാമ്യം കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ആദ്യം പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന ഒരു വ്യക്തി മുരാരി ബാബുവായി മാറും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ രീതിയിൽ ജാമ്യം ലഭ്യമായത്. പക്ഷേ മറ്റൊരു കേസിൽ കൂടി റിമാൻഡിൽ തുടരുന്നതിനാലാണ് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നത്. നമുക്കറിയാം, കട്ടിളപ്പാളി കേസ്, ദ്വാരപാലക, അങ്ങനെ 2 കേസുകളാണ് നിലവിലുള്ളത്. ഈ 2 കേസിലും ഈ മുരാരി ബാബുവിന് 90 ദിവസം പിന്നിടുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായി ജാമ്യത്തിന് താൻ അർഹനാണ് എന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷൻ അടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയെങ്കിൽ പോലും ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രതിയാണ് തന്ത്രി എന്നുള്ളത്. ഈ തന്ത്രിയെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിശദമായി ചോദ്യം ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ തന്ത്രിയെ ഇന്ന് വിട്ട് കൊടുക്കുകയും ചെയ്തു. SIT കസ്റ്റഡിയിലാണ് തന്ത്രി ഉള്ളത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളുടെ വീട്ടിലും വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് നടത്തിയത്. നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്നും വാജിവാഹനമടക്കം SIT കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് SITക്ക് വലിയ തിരിച്ചടിയായ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അത്തരം ചോദ്യം ചെയ്യൽ കൂടി നടക്കും. അതുപോലെ തന്നെ അവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകൾ, ഒരുപാട് സ്വത്തുവകകളെല്ലാം തന്നെ, കണക്കില്ലാത്ത കുറേ സ്വത്തുവകകളെല്ലാം തന്നെ കണ്ടെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തത വരുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാകും നടക്കുക. അതുപോലെ തന്നെ ഇത്രയും നാളായിട്ട് പോലും ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് വലിയൊരു തിരിച്ചടിയായി തന്നെ SITക്ക് മാറുന്നു എന്നുള്ളതാണ്. ഈ വാജിവാഹനം അടക്കം തെളിവായി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതും SITക്ക് വലിയ തിരിച്ചടിയായി മാറി. കാരണം അതിൻ്റെ രേഖകൾ തന്ത്രി ഹാജരാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തുവായാലും ഈ കേസിൻ്റെ വലിയൊരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ശ്രീജ എടുത്തു പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ വരുന്ന 28-ാം തീയതിയിലാകും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുക.
വിനീഷ്, ഇപ്പോൾ കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൽ ഒരു കേസിൽ ദ്വാരപാലക കേസിൽ ജാമ്യം കിട്ടി. 90 ദിവസമായി ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മുരാരി ബാബുവും സ്വാഭാവിക ജാമ്യമാണ് ആവശ്യപ്പെടുന്നത്. ഈ കേസിൽ കുറ്റപത്രം നൽകാൻ താമസിക്കുന്തോറും ഇത്തരത്തിൽ ഇപ്പോൾ കാര്യമായ തെളിവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ആളുകളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 90 ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവികമായി ഒരു ജാമ്യത്തിന് അവർ അർഹരാണ് എന്ന് കോടതിയുടെ വിധി തന്നെയുണ്ട്. അങ്ങനെയാണ് ജാമ്യം ലഭ്യമാകുന്നത്. ഉപാധികളോടെ അവർക്ക് ജാമ്യം ലഭ്യമാകും. പക്ഷേ ഈ കേസ് കഴിഞ്ഞ ദിവസം തന്നെ കോടതി SITയോട് ചോദിച്ചിരുന്നു. അപ്പോൾ SITയുടെ മറുപടി അന്വേഷണം പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകാത്തത് കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്നതാണ്. പക്ഷേ ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന വലിയൊരു ആക്ഷേപം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെയും SITക്ക് വലിയൊരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ മുരാരി ബാബുവിന് നാളെ ജാമ്യം ലഭ്യമാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.